നമസ്കാരം. ആയുർവേദത്തിൽ പണ്ട് മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് തിപ്പലി അഥവാ ലോങ് പെപ്പർ. തിപ്പലിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും നോക്കാം. തിപ്പലി കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ്. ഇതിന്റെ കായ്കളാണ് പ്രധാനമായും ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ തിപ്പലിക്ക് കുരുമുളകിനോട് സാമ്യമുള്ള എരിവും എന്നാൽ അതിലേറെ തീവ്രമായ രുചിയുമുണ്ട്. തിപ്പലിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ദഹനശേഷി വർദ്ധിപ്പിക്കാൻ തിപ്പലി വിശപ്പുണ്ടാക്കാനും ദഹനരസം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ചുമ, ജലദോഷം, ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് തിപ്പലി വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിന് കഫമിളക്കി കളയാനും ശ്വാസനാളങ്ങളെ ശുദ്ധീകരിക്കാനുമുള്ള കഴിവുണ്ട്. തിപ്പലിയിലെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള കഴിവ് തിപ്പലിക്കുണ്ട്. കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. തിപ്പലിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും, പ്രത്യേകിച്ച് സന്ധിവാതം പോലുള്ള അവസ്ഥകളിൽ. തിപ്പലി മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. തിപ്പലി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. തിപ്പലി പ്രധാനമായും 3 രൂപങ്ങളിലാണ് ഉപയോഗിക്കുന്നത്: പൊടി, കഷായം, ത്രികടു. ഉണങ്ങിയ തിപ്പലി പൊടിച്ച് ആഹാരത്തിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ തേൻ, നെയ്യ് എന്നിവയുമായി കലർത്തി കഴിക്കുന്നതും നല്ലതാണ്. തിപ്പലി കഷായമുണ്ടാക്കി കുടിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. ത്രികടു: ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവ തുല്യ അളവിൽ ചേർത്തുണ്ടാക്കുന്ന ത്രികടു ആയുർവേദത്തിലെ ഒരു പ്രമുഖ ഔഷധമാണ്. ഇത് ദഹനത്തിനും പ്രതിരോധശേഷിക്കും നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.